ോടും മലകൊന്നും കുത്തിയിടിഞ്ഞ് വിളിച്ചതിനൊന്നും മാറ്റില്ല. വൻപരമായ ആളുകളും വഴിയേറി പറഞ്ഞ് വിടുത്താന് അങ്ങനെ തെങ്ങി കിഴങ്ങ് പിലാവുകൾ ആളുകളും പലതിക്കാണ്. തേണ്ടും പടി പലപടി വിട്ടും ആണ്ടും നിലവൽ പറഞ്ഞിട്ടും കനകമാഭരണം വിറ്റും അനേകങ്ങ് ഋഷി വിറ്റും കൊപ്പറത്തിലുള്ള കെള്ളുവതെല്ലും ഇപ്പറഞ്ഞ രൂപയില്ലവതെല്ലും ഇമ്മലയാളത്തിക്കുറി വന്നതുപോലത്തൊരു മലവെള്ളം നമ്മൾ മുമ്പ് കയറിയതാരും കണ്ടില്ല. ഞാൻ വലിയ പാട്ടുകാരൊന്നുമല്ല, ജസ്റ്റ് ഇങ്ങനെ കേട്ട് പഠിക്കാം. സംഗീതനെ പരിചയപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കിയത് നല്ല മനുഷ്യനാണ്. മറ്റേ നിങ്ങൾ വിചാരിക്കുന്ന കാര്യമല്ല, അത് വളരെ നല്ലൊരു മനുഷ്യൻ ആണ്, നല്ലൊരു മനുഷ്യ സ്നേഹിയാണ്. പണത്തിനേക്കാളൊക്കെ ഉപരിയായിട്ട് മറ്റുള്ളവർക്ക് നന്മ വരണമെന്ന് കണക്കാക്കി ജീവിക്കുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരെ വേദനിക്കാതിരിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. പണ്ട് ചെയ്തിട്ടുള്ള ബിസിനസ്സിൽ പലർക്കും ആളുടെ ബിസിനസ്സല്ല, മറ്റു ബിസിനസ്സിലൂടെ നഷ്ടം സംഭവിച്ച ആൾക്കാരും സ്വന്തം വീട് വിറ്റ് അവരൊക്കെ പൈസ തിരിച്ചു കൊടുത്തൊരാളാണ്. എന്നിട്ട് അത്രയും നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, പല ഇവിടെ നിങ്ങളെമാരിയുള്ള വന്നിട്ടുള്ള പല പാരൻസും കുട്ടികളെ പറയുന്ന രീതിയിൽ ചെയ്യാതെ ലാസ്റ്റ് മൊമെന്റിൽ നല്ല റിക്കവറായി വന്നിട്ട് ലാസ്റ്റ് മൊമെന്റിൽ പോയിട്ട് സംഗീതത്തിനെതിരെ കേസ് കൊടുത്തിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ മെജോറിറ്റി ഉള്ള പാരൻസ് ആരും മൊത്തത്തിൽ ചെയ്യില്ല. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ കൃത്യമായി ചെയ്യണം. അതാണ് ക്ഷമ വേണം. ആദ്യം വേണ്ടത് നിങ്ങൾക്ക് നല്ല ക്ഷമയാണ്. പറയുന്ന പോലെ കൃത്യമായി ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അത് മാത്രമല്ല, സംഗീത് ശരിക്കും ഞാൻ മനസ്സിലാക്കിയുള്ള 2 മണി 3 മണിക്കൊക്കെയാണ് ഇവിടുന്ന് പോയിരുന്നത്. ഒരു കാര്യം ഇപ്പം എനിക്കറിയില്ല, ഇപ്പം അടുത്ത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പം ആളുടെ ആരോഗ്യവും ഈ മാതിരി പ്രശ്നങ്ങളൊന്നും ഉണ്ടെങ്കില്ല. കാരണം വെച്ചാൽ നമ്മൾ ഉറക്കം നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ആരോഗ്യം വീക്കായിക്കൊണ്ടിരിക്കില്ലേ. അപ്പോൾ അതും ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് വലിയ സപ്പോർട്ട് കിട്ടും. നിങ്ങൾ ശരിക്കും പറഞ്ഞൊരു എന്താ പറയുക, ദേവാലയത്തിൽ വന്നൊരു ഫീലാണ്. കാരണം ഇവിടെ നിങ്ങൾക്ക് അത്രയും ഫ്രീഡവും നിങ്ങൾക്ക് അത്രയും സ്വാതന്ത്ര്യം എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായി സംഗീതമായി എന്ത് വേണമെങ്കിലും സംസാരിക്കാം. പക്ഷേ പിന്നെ നമ്മുടെ മാഷ് പറഞ്ഞാൽ ഈ മനുഷ്യൻ ഉണ്ടെന്ന് ഞാൻ സത്യം പറയേണ്ടി വരികയാണ്. ഒരു രക്ഷയില്ല, ഒരു ചിരിച്ചിരി കുളത്തിപ്പിച്ചു. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഞാൻ ആളെ പരിചയപ്പെടുന്നത് പരിപാടി കഴിഞ്ഞിട്ട്. എന്റെ ദൈവം ചിരിച്ച് ഞാൻ അവസാനം ഞാൻ പറഞ്ഞാൽ വിളിക്കാം. പക്ഷെ എനിക്ക് സമയമില്ലാത്ത ആളെ പ്രൊഡക്റ്റേ പറ്റില്ല. പിന്നെ അത്രയും രസകരമായ രീതിയിൽ സംസാരിക്കും. നിങ്ങളെ കൂടെ ഭയങ്കര ഏർപ്പെടുത്തിയിരുന്ന കുറെ ആൾക്കാരായിരുന്നു. നിങ്ങളൊക്കെ ചിരിച്ചില്ലേ. ഞാൻ ചിരി വന്നിട്ട് എനിക്കോട് കുളത്തിപ്പിച്ച് ചിരിയാൻ സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ അത്രയും രസകരമായി സംസാരിക്കുക. അപ്പോൾ ആള് പോലും മനസ്സിലാക്കിയിട്ടാണ് നിങ്ങളോട് പറയുന്നത് ഇങ്ങനെ ഒരു അത്രയും നല്ല രീതിയിലുള്ള ചികിത്സ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ എന്തായാലും നല്ല ഹാപ്പി ആയിരിക്കും, അടിച്ചു പൊളിക്കണം. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഡാൻസ് ചെയ്ത പാട്ട് അല്ലല്ലേ, ആരൊക്കെ വരും? നല്ലൊരു പാട്ട് പഠിക്കും. എല്ലാവരും നല്ല കൈയടിച്ച് സംസാരിക്കണേ. ഓക്കെ. കാളി